ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ള യഹോവയിൽ പ്രശംസിക്കുന്നു. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് തിരിച്ചറിഞ്ഞി. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും നിരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്നു എനിക്ക് ചെവി തരുവിൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുന്നവൻ ചെയ്യുന്നവനാ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതിരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ട് അതിന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് നേർന്നവരെ അന്വേഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവയെല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു. അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല. അനന്തം ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാനെ വഹിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അവനെ ശരണമാകുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരാഴ്ച നമ്മെ വിട്ട് കടന്നുപോയി. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലെ ദൈവം നമ്മുടെ കുടുംബവിശ്വാസികൾ എല്ലാവരെയും ദൈവം കാത്തു പരിപാലിച്ചു. ഇന്ന് അവരവരുടെ ഭവനങ്ങളിലായിരുന്നു നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മാറ്റപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിച്ച ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പല്ലിന്റെ വേദന വളരെയധികം വേദനയാലെ ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. എങ്കിലും ഇന്ന് ദൈവസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ദൈവത്തിന്റെ വചനമായിട്ട് അല്പം നേരം സംസാരിപ്പാനായിട്ട് ദൈവം സഹായിച്ച ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വായിച്ചു കേട്ട സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചത്. ഈ സങ്കീർത്തനം എന്തിനെ വേണ്ടി ദാവീദ് എഴുതുവാൻ തക്കോണം ഇടയായി തീർന്നു എന്ന് അതിന്റെ മുൻപിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വായിക്കുവാനായിട്ട് അറിയുന്നു. നമുക്കെല്ലാവർക്കും ഇതിന്റെ സാഹചര്യം അറിയാം. ദാവീദിന്റെ തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ അവന്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ നോക്കണം ഇടയായി തീർന്നത് കൊണ്ട് എഴുതിയ ഒരു സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചു കേൾക്കുവാൻ നോക്കണം ഇടയായി തീർന്നത്. ഇവിടെ ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തില് ദൈവം ആഗ്രഹിക്കുന്നത് ഏത് പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയാലും ഒരു ദൈവത്തിന്റെ പൈതൽ ദൈവത്തിനെ സ്തുതിക്കണമെന്ന്, ദൈവത്തെ എല്ലാ കാലത്തും വാഴ്ത്തുവാൻ തൊക്കണമിടയായി തീരും. ഇന്ന് നമുക്ക് നമ്മോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, കഷ്ടങ്ങൾ പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ, രോഗത്തിന്റെ അവസ്ഥ കടന്നു വരുമ്പോൾ ദൈവങ്ങളെ നമുക്ക് ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ തൊക്കണം കഴിയുന്നുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ സ്തോത്രം ചെയ്യുവിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. അപ്പോൾ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് സ്തോത്രം. അത് എപ്പോഴും നമ്മൾ ദൈവത്തെ നമ്മൾ സ്തുതിപ്പാൻ നോക്കണം ഇടയായി തീരണം. എഫെസ്യർക്ക് 5-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാത്തിനും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. സ്തോത്രം. അപ്പോൾ ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തില് ഇവിടെ ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. പ്രിയ സഹോദര സഹോദരി, എനിക്ക് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ഗുണം കഴിയുന്നുണ്ടോ? സ്തോത്രം. ഇന്ന് പാട്ടുകാരോട് ചേർന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് പാടുവാൻ ഗുണം കഴിയുമാറാകട്ടെ. ഏതൊരു
കാലത്തും ഏതൊരു നേരത്തും യേശുവേ നിന്നെ സ്തുതിക്കും. ഇമ്പമാണെങ്കിലും തുമ്പമാണെങ്കിലും എൻ പരാ നിന്നെ ഞാൻ സ്തുതിക്കും. ഇമ്പമാണെങ്കിലും തുമ്പമാണെങ്കിലും എൻ പരാ നിന്നെ ഞാൻ സ്തുതിക്കും. പാട്ടുകാരൻ പറയുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. പാട്ടുകാരൻ പറയുവാൻ ആരുടെയായി തീർന്നത്, ഏതൊരു കാലത്തും, അത് ഇമ്പമാണെങ്കിലും തുമ്പമാണെങ്കിലും ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുവാൻ നോക്കണമിടയായി തീരും. അടുത്ത വരി നമ്മൾ വായിക്കുന്നു, നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയുടെ മധ്യം നമ്മളായിരിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. സ്തോത്രം. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തില് നമുക്കറിയാം, എപ്പോ നോക്കിയാലും വെള്ളം കിട്ടിയില്ല. അപ്പോൾ വിറുവിറുപ്പാൻ നോക്കണമിടയായി തീർന്നു. അഹരോൻ മോശയ്ക്ക് നേരെ വിറുവിറുത്തു, അഹരോനും മോശയ്ക്ക് നേരെ വിറുവിറുത്തു. അങ്ങനെയാണ് നമ്മൾ വായിക്കുവാൻ നോക്കണമിടയായി തീർന്നത്. അവർ ദൈവം ചെയ്ത ഉപകാരങ്ങള് അവർ പലപ്പോഴും ഓർക്കാറില്ല. ദൈവം പറഞ്ഞ സമയത്ത് അവർക്ക് ലഭിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതത്തില് പിരിപിരിപ്പായി. സ്തോത്രം. ദൈവങ്ങളെ, ഇന്ന് നാം എപ്രകാരമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേൾക്കുവാൻ നോക്കണമിടയായി തീർന്നത്, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തില് ദൈവമായിരിക്കുന്ന ഇതാണ് പ്രിയപ്പെട്ടവരെ, പിറുപിറുപ്പല്ല. പ്രാർത്ഥന കണ്ടില്ല ദൈവം. സ്തോത്രം. അങ്ങനെയല്ല ദൈവം എന്നെയും നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമെന്ന് നമ്മുടെ ആയിത്തീർന്നത്. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ദാവീദിനോട് ചേർന്ന് നമുക്ക് പറയുവാൻ കഴിയുമാറാകട്ടെ. രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. സ്തോത്രം. ഇന്ന് പ്രിയപ്പെട്ടവരെ, ദാവീദിനെ പ്രശംസിക്കുവാനുള്ളത് എന്റെ ഉള്ളം യഹോവയിലാണ് പ്രശംസിക്കുവാൻ നമ്മളിടയായി തീരുന്നത്. പ്രിയ ദൈവമേ, ഇന്ന് നാം എന്തിനാണ് പ്രശംസിക്കുവാൻ നമ്മളിടയായി തീരുന്നത്? നമ്മുടെ ധനത്തിലാണോ? നമ്മുടെ കഴിവുകളിലാണോ? സ്തോത്രം. അതെ, നമുക്ക് നല്ല ഭംഗിയുണ്ട്. സ്തോത്രം. എനിക്ക് പാട്ട് പാടാനായിട്ട് കഴിയും, അല്ലെങ്കിൽ എനിക്ക് പ്രസംഗിക്കുവാനായിട്ട് കഴിയും, അല്ലെങ്കിൽ നല്ല സൗന്ദര്യമുണ്ട്. സ്തോത്രം. എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രശംസിക്കുവാൻ നമ്മളിടയായി തീരുന്നത്? ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, സ്വയം പ്രശംസ. സ്തോത്രം. ദൈവം എന്നെയും നമ്മെയും കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്താണ്? നമുക്ക് വായിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ അതിന്റെ 23-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ എന്താണ് നമ്മളോട് പ്രശംസിക്കുവാൻ നമ്മളിടയായി തീരേണ്ടത്? സ്തോത്രം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ, യഹോവയായ ഞാൻ ഭൂമിയിൽ ദയവും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ചു കേൾക്കുവാൻ ഇടയായി തീർന്നത് എന്തിനാണ് പ്രിയപ്പെട്ടവരെ? നമുക്ക് പ്രശംസിക്കുവാൻ ഇടയായി തീർന്നത് ദൈവം അരുളി ചെയ്യുന്നു. എന്താണ് ദൈവം അരുളി ചെയ്യുന്നത്? നമ്മൾ വായിച്ചു കേൾക്കുവാൻ ഇടയായി തീർന്നല്ലോ. യഹോവയായ ഞാൻ ഭൂമിയിൽ ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിനാൽ. സ്തോത്രം. ഇത് കടന്നു വരുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയെന്ന് ഗ്രഹിച്ചറിയണം. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, അതിൽ പ്രശംസിക്കുവാൻ നമ്മളിടയായി തീരണം. എന്നിട്ട് ദൈവം പറയുകയാണ്, ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ പ്രശംസിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് ദൈവത്തിൽ പ്രശംസിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഇതിലല്ലോ ഞാൻ പ്രശംസിക്കുവാൻ നമ്മളിടയായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ വാക്യം വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. 4-ാമത്തെ വാക്യം അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ പശ്ചാത്തലമാണ്. സ്തോത്രം. ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ദാവീദ് ശൗലിനോടുള്ള ബന്ധത്തില് അവൻ അഭയം പ്രാപിക്കുവാൻ നമ്മളിടയായി തീർന്നത് ഗത്ത് രാജാവായ അഗീഷിന്റെ അടുക്കിലേക്ക് കടന്നുപോയി. അവിടെ കടന്നു നിന്നിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ നമുക്കറിയാം, ഫെലിസ്തീനായ അഗീഷ് തന്റെ ജീവിതത്തിൽ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഇവൻ ദാവീദല്ലയോ?
സ്തോത്രം. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് പറഞ്ഞവൻ ഗാനങ്ങൾ പാടി ഇവനോടുള്ള ബന്ധത്തിലല്ലേ അവരിന്ന് പാടുവാൻ നോക്കണം ഇടയായി തീർന്നത് എന്ന് പറഞ്ഞപ്പോൾ, സ്തോത്രം, ഈ ദാവീദ് കാരണമാണ് അന്ന് ഫെലിസ്ത്യരെ തോൽക്കുവാൻ നോക്കണം ഇടയായി തീർന്നത്. സ്തോത്രം. ദാവീദിന് ഒരു കാര്യം മനസ്സിലായി. താൻ ചെന്നുപെട്ടിരിക്കുന്ന, അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരു സ്ഥലം വളരെ അത് പ്രയാസങ്ങളായിരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് അവന് മനസ്സിലാക്കുവാൻ നോക്കണം ഇടയായി തീർന്നു. സ്തോത്രം. അന്ന് കാലത്ത് ഏതൊരുത്തരും തന്റെ ശത്രുവായിരുന്നാലും, പ്രിയപ്പെട്ടവരെ, അഗീഷിന്റെ ശത്രുവാണ് സ്തോത്രം ദാവീദ്. അതുകൊണ്ടാണ് അവർ അന്ന് യുദ്ധം തോൽക്കുവാൻ നോക്കണം ഇടയായി തീർന്നത്. ഗോലിയാത്തിനുള്ള ബന്ധത്തില് അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട ഒരു നിയമം ഉണ്ടായിരുന്നു, അവനെ സ്വീകരിപ്പാൻ നോക്കണം ഇടയായി തീരണം. സ്തോത്രം. നമുക്കറിയാം, അവന്റെ ജീവിതത്തില് അവനവിടെ കാപട്യമുള്ള പ്രവൃത്തികളെല്ലാം അവൻ ചെയ്യുവാൻ നോക്കണം ഇടയായി തീർന്നു. തന്റെ ജീവിതത്തില് തുപ്പല് ഒലിപ്പിച്ച് താടിയിൽ കൂടെ ഒക്കെ കടന്നു വന്ന്, സ്തോത്രം, ആ രാജാവിനെ ഒരു ഭ്രാന്തനാണെന്ന് തോന്നിക്കത്തക്ക വിധത്തില് അവൻ അവിടെ അഭിനയിക്കുവാൻ നോക്കണം ഇടയായി തീർന്നു. പക്ഷേ ദൈവം അവനോട് കരുണ കാണിക്കുവാൻ നോക്കണം ഇടയായി തീർന്നു. ദൈവം അവനോട് കൃപ ചെയ്യുവാൻ നോക്കണം ഇടയായി തീർന്നു. സ്തോത്രം. അവനോടുള്ള ബന്ധത്തില് ചില ദിവസങ്ങൾക്കുള്ളിൽ ദാവീദിനെ അവിടെ നിന്ന് വിടിയിപ്പാൻ നോക്കണം ഇടയായി തീർന്നു. അവനെ പറഞ്ഞേക്കുവാൻ നോക്കണം ഇടയായി തീർന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്തുതിച്ച് എഴുതിയ ഒരു സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചു കേൾക്കുവാൻ നോക്കണം ഇടയായി തീർന്നത്. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. സ്തോത്രം. എന്നെ വിടിയിപ്പാൻ നോക്കണം ഇടയായി തീർന്നു. സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തില് ഭയമുണ്ടായിരുന്നു. താൻ അഭയം പ്രാപിച്ചത് ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, ദാവീദിനെ അവർ മനസ്സിലാക്കിയെന്ന് കണ്ടപ്പോൾ, പക്ഷേ ദൈവം അവനോട് കൃപ കാണിച്ചു. അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടുവാൻ നോക്കണം ഇടയായി തീർന്നു. സ്തോത്രം. 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഇന്ന് കാലാകാലങ്ങളായിട്ട് ആ ദൈവമുഖത്തേക്ക് നോക്കി ആരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പ്രിയപ്പെട്ടവർ, അവരെല്ലാം, സ്തോത്രം, ഇവിടെ നമ്മൾ വായിക്കുവാൻ നോക്കണം ഇടയായി തീർന്നത് പ്രകാശിതരായി. അവരുടെ ജീവിതം ലജ്ജിച്ചു പോകുവാൻ നോക്കണം ദൈവം ഇടയാക്കിയിട്ടില്ല. അവർ മനുഷ്യനെ നോക്കിയിട്ടല്ല ഇറങ്ങുവാൻ നോക്കണം ഇടയായി തീർന്നത്, ദൈവമുഖത്തേക്ക് നോക്കിയിട്ട. സ്തോത്രം. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോകുവാൻ നോക്കണം ഇടയായി തീർന്നിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, സ്തോത്രം, ഒരുപക്ഷെ ദൈവവേലയിലേക്ക് ഇറങ്ങിയ, സ്തോത്രം, ദൈവമുഖത്തേക്ക് നോക്കി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, ഞാനൊരു കാര്യം ഉറപ്പോടെ ഞാൻ പറയട്ടെ, നിന്റെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുവാൻ നോക്കണം ഇടയായി തീരുകയില്ല. പ്രൈസ് ദി ലോർഡ്. 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഈ എളിയവനെ വിളിച്ച് യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദാവീദിന്റെ ഒരു സാക്ഷ്യമാണ് നമ്മൾ വായിച്ചു കേൾക്കുവാൻ നോക്കണം ഇടയായി തീർന്നത്. ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിലവിളിയോടെ, സ്തോത്രം, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന സഹോദര സഹോദരി, നിന്നെ ഈ വചനം നിന്നെ ശക്തിപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ തൊക്കണം ഇടയായി തീരുമാറാകട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ദാവീദ് തന്റെ ജീവിതത്തില് വരുന്ന കഷ്ടങ്ങൾ കൂടി, പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന സഹോദര, എനിക്കും നിനക്കും വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന വാക്യമാണ്, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല സകല കഷ്ടങ്ങളിൽ നിന്നു ദൈവം അവനെ വിടിയിക്കുവാൻ നോക്കണം ഇടയായി തീർന്നു. സ്തോത്രം. ഇന്ന് പ്രിയ സഹോദര സഹോദരി, നിന്നെ ശക്തിപ്പെടുത്തട്ടെ, സഹോദരൻ നിന്നെ ബലപ്പെടുത്തുവാൻ നോക്കണം ഇടയായി തീരുമാറാകട്ടെ. സ്തോത്രം. 7-ാമത്തെ വാക്യം. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരെ ചുറ്റും പാളയം പറഞ്ഞ് അവരെ വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ദൂതൻ അവന്റെ ചുറ്റും, ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുവാൻ നോക്കണം ഇടയായി തീരും. സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി സ്വർഗത്തിൽ മാത്രമല്ല പ്രിയ സഹോദര സഹോദരി, ഇറങ്ങി വന്ന് തന്റെ മക്കളെ വിടിവിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തിക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. നമുക്കറിയാം, സ്തോത്രം, ദാനിയേലുള്ള ബന്ധത്തില് ദാരിവേശ് അസിംഹക്കുഴിയിൽ അവൻ ഇടുവാൻ നോക്കണം ഇടയായി തീർന്നുവെങ്കിലും, സ്തോത്രം, നമുക്കറിയാം, ദാരിവേശ് ഉപവസിക്കുവാൻ നോക്കണം ഇടയായി തീർന്നു. പിറ്റേ ദിവസം ആ സിംഹത്തിന്റെ ആ കുഴിയുടെ ആ കവാടത്തിൽ കടന്നു വന്ന് അവൻ പറയുകയാണ്, സ്തോത്രം, നിനക്കൊരു കേട് വരുത്താതെ നിന്റെ ദൈവം നിന്നെ വിടിവിക്കുവാൻ നോക്കണം ഇടയായി തീർന്നു. സ്തോത്രം. ദാനിയേലിന്റെ ഒരു സാക്ഷി നമുക്ക് കേൾക്കാം.
ദാനിയേലിന്റെ പുസ്തകം അതിന്റെ 6-ാം അധ്യായം 22-ാമത്തെ വാക്യം. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായടച്ചു കളഞ്ഞു. പ്രിയപ്പെട്ട ദൈവം അവിടെ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവം മാത്രമല്ല, ഇറങ്ങി വന്ന സ്തോത്രം ദാനിയേലിന്റെ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം. സിംഹങ്ങളുടെ വായകളെ എല്ലാം അടയ്ക്കുവാൻ ഇടയായി തീർന്നുവെന്ന് ദാരിയേശിനോട് പ്രിയപ്പെട്ടവരെ ദാനിയേൽ സാക്ഷ്യം പറയുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവർ, നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി ആ മുകളിൽ മാത്രമല്ല, ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 1-ാമത്തെ വാക്യം. അവരൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? പ്രൈസ് ദി ലോർഡ്. വാക്യം നമ്മൾ വായിക്കും. എബ്രായർ 1:14 പറയുകയാണ്, അവരൊക്കെയും രക്ഷ പ്രാപിക്കാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവാകാത്മാക്കളല്ലയോ? അപ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മളെ രക്ഷിക്കുവാനായിട്ട് ദൈവം തന്നെ ചില സേവകരെ, ദൂതന്മാരെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ഇറക്കി കൊണ്ടുവരുവാൻ ഇടയായി തീരുന്നു എബ്രായ ലേഖനം നമ്മൾ പറയുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം പലപ്പോഴും നമ്മെ വിടുവിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. സ്തോത്രം. പല വിടുതലുകളും പ്രിയപ്പെട്ടവരെ ദൈവമാണ് ഇതൊക്കെ നമുക്ക് ചെയ്യുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം. 8-ാമത്തെ വാക്യം വായിക്കാം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവന് ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. സ്തോത്രം. പ്രിയപ്പെട്ട, നമ്മൾ അത് പുറത്തെ നിന്ന് നമ്മൾ കാണുകയല്ല. സ്തോത്രം. അത് രുചിച്ച് നോക്കുവാൻ ഇടയായി തീരണം. സ്തോത്രം. രുചിച്ച് നോക്കിയെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ സ്തോത്രം ദൈവത്തെ കുറിച്ച് നമുക്ക് അറിയുവാൻ ഇടയായി തീരുകയുള്ളൂ. സ്തോത്രം. ഇവിടെ പറയുകയാണ്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. താൻ രുചിച്ച് നോക്കിയത് കൊണ്ടാണ് മറ്റുള്ളവരോട് പറയുന്നത്. അതെ, ഒന്ന് രുചിച്ച് നോക്കുവാൻ ഇടയായി തീരുമാനാകട്ടെ. ഇന്ന് പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യേ, പ്രശ്നങ്ങളുടെ മധ്യേ കടന്നുപോയപ്പോൾ ദാവീദുള്ള ബന്ധത്തിൽ പറയുകയാണ്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. സ്തോത്രം. ഇന്ന് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ രുചിച്ചറിയുവാൻ ഇടയായി തീരുന്നുണ്ട്. സ്തോത്രം. ദാവീദ് പറയുകയാണ്, യഹോവയെ ഒന്ന് രുചിച്ചറിയുവാൻ ഇടയായി തീരുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് പാട്ടുകാരൻ പറയുകയാണ്, രുചിച്ച് നോക്കി ഞാൻ ആ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ ആ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. പ്രൈസ് ദി ലോർഡ്. രുചിച്ച് നോക്കിയവർക്ക് പറയുവാൻ കഴിയും, അതേ യേശു ക്രിസ്തു, അതേ അവൻ മാധുര്യവാൻ തന്നെ. സ്തോത്രം. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, ആ കർത്താവ് യേശു ക്രിസ്തുവിനെ രുചിച്ചു നോക്കുവാൻ നോക്കണം. അതേ ഇടയായി തീരുമാറാകട്ടെ. 10-ാമത്തെ വാക്യം. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശ്വസിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ബാലസിംഹങ്ങൾ നമുക്കറിയാം, കാട്ടിലെ മൃഗമാ, രാജാവാണവൻ, ശൗര്യമുള്ളവനാ, ബലമുള്ളവനാ. ദൈവത്തിന്റെ പറയുന്നത് പ്രിയപ്പെട്ടവരെ, സ്തോത്രം, അവനും ആ ബാലസിംഹത്തും ഇരകിട്ടാതെ വിശന്നിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തുള്ള വാക്യം നമ്മൾ വായിക്കുന്നത്, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും കുറവില്ല. പ്രൈസ് ദി ലോർഡ്. ആർക്കാണ്? ഒരു പ്രധാനി നമ്മൾ കൊടുക്കുവാൻ നോക്കണം, ഇടയായി തീരണം. ദൈവത്തിന് വേണ്ടി, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്. ദൈവത്തിന്റെ വചനം പറയാം, അവൻ അന്വേഷിക്കുന്നവർക്ക് സ്തോത്രം ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കും. 15-ാമത്തെ വാക്യം. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഇന്ന് നിലവിളിക്കുന്ന പ്രിയ ദൈവ പൈതലേ, സ്തോത്രം, തുറന്നിരിക്കുന്ന ഒരു കാത് നിനക്ക് സ്വർഗത്തിലുണ്ട്. നിന്നെ ശക്തിപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ ഇടയായി തീരുമാറാകട്ടെ. അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദൈവസന്നിധിയിലെ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, സ്വർഗത്തിലൊരു ചെവിയുണ്ട്, തുറന്നിരിക്കുന്ന ചെവി. എന്തിനെന്നറിയാമോ? നിന്റെ നിലവിളി കേട്ട് അതിന്മേൽ ഉത്തരം വരുവാൻ തൊക്കണം. അത് നിന്നെ ബലപ്പെടുത്തുവാൻ, നിന്നെ ശക്തിപ്പെടുത്തുവാൻ തൊക്കണം ഇടയായി തീരുമാറാകട്ടെ. ഒരു വാക്യോട് വായിച്ച് ഞാൻ
ദൈവസന്നിധിയിൽ ഇരിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നു. 19-ാമത്തെ വാക്യം വായിക്കാം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. പ്രൈസ് അവിടെ പറയുകയാണ്. സ്തോത്രം. അതേ, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. ഒരു ദൈവ പൈതലെ സ്തോത്രം, നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുമ്പോൾ ദൈവഭക്തരോടുള്ള ബന്ധത്തിൽ അവൻ ആപത്തിൽ നിന്ന് ഒഴിവുള്ളവരല്ല. ഏത് സമയം പ്രിയപ്പെട്ടവരെ സ്തോത്രം, നമുക്ക് ആപത്തുകൾ കടന്നു വരാം. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിനും യഹോവ അവനെ വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോസ്തലപ്രവൃത്തി 14-22 വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 14-22 വാക്യം നമുക്ക് വായിക്കാം. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വചനം വളരെ വ്യക്തതയോടുകൂടി നമ്മൾ വായിക്കുവാൻ ഇടയായി തീരണം. ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിക്കപ്പെട്ടവൻ കാലെടുത്ത് വെക്കുന്നത് മറന്നു പോകരുത്. ഒരു പോർക്കളത്തില. സ്തോത്രം. നമുക്കറിയാം, അനേക ആളുകള് ഇതിലേക്ക് കടന്നു വന്നാൽ അനുഗ്രഹം തരും. സ്തോത്രം. കാറ് കിട്ടും, മറ്റത് കിട്ടും, മറിച്ചത് കിട്ടും ഒക്കെ പറഞ്ഞ് ഇന്ന് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ നോക്കണം ഇടയായി തീരും. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, വായിക്കുവാൻ നോക്കണം ഇടയായി തീർന്നത്. സ്തോത്രം. ഈ വാക്യം ഒരിക്കലൂടെ വായിക്കുവാൻ നോക്കണം ഇടയായി തീരുകയാണ്. പൗലോസ് എന്ത് ചെയ്യുവാൻ നോക്കണം ഇടയായി തീർന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു. സ്തോത്രം. ശിഷ്യന്മാരുടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന സഹോദരന്മാരുടെ സഹോദരിമാരെ ദൈവവചനത്തിൽ ഉറപ്പിക്കാത്തത് കൊണ്ട് സ്തോത്രം, മറ്റു കാര്യങ്ങൾ നമുക്ക് ലഭിക്കുവാൻ നോക്കണം ഇടയായി തീരും. തന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ പലരും പ്രിയപ്പെട്ടവരെ സ്തോത്രം ദൈവത്തിൽ നിന്ന് അകന്നു മാറുവാൻ നോക്കണം ഇടയായി തീർന്നതുകൊണ്ട്, ഇത് മുന്നിൽ വെച്ചുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഷ്ടതയിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണ്. നമുക്ക് കഷ്ടമുണ്ട്. സ്തോത്രം. അങ്ങനെയാണ് വചനം പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ഈ കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ കടുമ്പോൾ ദൈവത്തിൽ നിന്ന് വിട്ടകന്ന് മാറുവാൻ നോക്കണം ഇടയായി തിരിക്കേണ്ടതിനെ. സ്തോത്രം. അവരെ പ്രബോധിച്ചും ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചും പോന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ സ്തോത്രം, അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനത്തിൽ പറയുന്നത്, പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പിന്മാറി പോകുവാൻ നോക്കണം ഇടയായി തീരും. ഒരു ദൈവ പൈതല് വചനത്തിൽ വേരുന്നു നോക്കണം ഇടയായി തീരണം. സ്തോത്രം. പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുവാൻ നോക്കണം ഇടയായി തീർന്നത് സ്തോത്രം, അവൻ ഉറപ്പിച്ചു പോരുവാൻ നോക്കണം ഇടയായി തീർന്നു. സ്തോത്രം. നമ്മളോട് വായിക്കുവാൻ നോക്കണം ഇടയായി തീരുന്നത് പ്രിയപ്പെട്ടവരെ, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. സ്തോത്രം. ദാവീദ് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസുള്ള ബന്ധത്തിൽ ഒരു വാക്യം വായിക്കുവാൻ 2 തിമോഥെയോസ് 3-11 വാക്യം. 2 തിമോഥെയോസ് എഴുതിയ ലേഖനം അതിന്റെ 3 അതിന്റെ 11 വാക്യം നമുക്ക് വായിക്കാം. അന്ത്യോക്യയിലും ഇക്കോനിയിലും ലിസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. തിമോഥെയോസിനുള്ള എഴുതിയ ലേഖന. തിമോഥെയോസ് ദൈവത്തിന്റെ വഴിയിലേക്ക് കടന്നു വരികയാ. അവനോട് എന്താണ് പറയുന്നത്? സ്തോത്രം. ഇവനെ ഒന്നും ഉണ്ടായിട്ടില്ല, ഇല്ലാന്നല്ല. അവൻ പറയുകയാണ്, അന്ത്യോക്യയിലും ഇക്കോനിയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവങ്ങളും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിനെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ വഴി വേല ചെയ്യുമ്പോൾ അവനെ ഉറപ്പിക്കുകയാണ്. പക്ഷേ ഉപദ്രവവും കഷ്ടതയും പ്രയാസങ്ങളെല്ലാം ഉണ്ട്. സ്തോത്രം. ഇന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം, നമുക്ക് കഷ്ടതയിലെ പ്രയാസങ്ങൾ ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ നോക്കണം ഇടയായി തീരണം. ദൈവം സ്നേഹിക്കുന്നവരെ സൃഷ്ടിക്കുവാൻ നോക്കണം ഇടയായി തീരുന്നു. സ്തോത്രം. ഒരു ഡോക്ടർക്ക് ഒരു രോഗിക്ക് ഒരു വിടുതൽ കൊടുക്കുവാൻ നോക്കണം ഇടയായി തീരും. ഒരു വക്കീലിനെ, ഒരു പ്രതിക്ക് അവന്റെ സ്തോത്രം ആ കേസിൽ നിന്ന് അവൻ ഒഴിവാക്കാൻ കഴിയും. സ്തോത്രം. ഒരു യജമാനനെ, തന്റെ അടിമയെ അവനെ വിടുവിക്കുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന അവ എല്ലാറ്റിൽ നിന്നും, പ്രൈസ് ദി ലോർഡ്,
ഈ വാക്യം ഞങ്ങൾ വായിച്ചപ്പോൾ ദൈവത്തെ സ്തുതിപ്പാൻ നോക്കണം ഇടയായി തീർന്നു. അവ എല്ലാറ്റിൽ നിന്നും ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, സ്തോത്രം, നിനക്ക് ഏതിൽ നിന്നാണ് നിന്നെ വിടുവിക്കുവാൻ നോക്കണം ഇടയായി തീരുന്നത്? ഇന്ന് പ്രിയപ്പെട്ട നിന്റെ തീരുമാനത്തിന് വിടുകയാണ്. സ്തോത്രം. ഇവിടെ പറയുന്നത് അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിപ്പാൻ നോക്കണം ഇടയായി തീരും. ഇന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഒരു വലിയ വിടുതൽ പ്രാപിപ്പാൻ നോക്കണം ഇടയായി തീരുമാറാകട്ടെ. മറക്കരുത്, യഹോവ അവനെ എല്ലാറ്റിൽ നിന്നും വിടുവിക്കുന്നു. സ്തോത്രം. അവന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തുവിടുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.